അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറക്കാൻ ഞാനിന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, കരുതുന്ന, കൂടെ ഇരുന്ന് വഴി നടത്തുന്ന ദൈവത്തിൻ്റെ ആ കൃപയുടെ സാന്നിധ്യം തിരിച്ചറിയാതെ പോവുക എന്നുള്ളത് സത്യത്തിൽ വല്ലാത്തൊരു ദുരന്താട്ടോ. ആ ഒരു തിരിച്ചറിവിലേക്കും ആഴമായ അനുഭവത്തിലേക്കും ബോധ്യത്തിലേക്കുമൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്താനായിട്ട് ഇന്നത്തെ തിരുവചന ശ്രവണം മുഖാന്തരമായി തീരട്ടെ എന്ന് അവിടുത്തെ കരുണയോട് നിങ്ങളോട് ചേർന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചും കൊണ്ട് ആരംഭിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 4-ാം അധ്യായം 41-42 തിരുവചന ഭാഗത്ത് നമ്മൾ ഇപ്രകാരമാണ് കേൾക്കുന്നത്. ഇനിയും നിന്റെ വചനം നിമിത്തമല്ല ഞങ്ങൾ ഇദ്ദേഹത്തിൽ വിശ്വസിക്കുന്നത്, എന്തെന്നാൽ ലോകത്തിന് ജീവൻ നൽകുന്ന മശീഹ സത്യമായും ഇദ്ദേഹമാകുന്നു എന്ന് ഞങ്ങൾ കേട്ടും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് വളരെ പരിചിതമാണല്ലോ ഈ ഒരു വേദസന്ദർഭം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ 4-ാം അധ്യായം സത്യത്തിൽ ആരംഭിക്കുന്നത് ഒരു സഞ്ചാരത്തോടു കൂടെയാണ്, അവസാനിക്കുന്നത് ഒരു സൗഖ്യത്തെ പരാമർശിച്ചിട്ടാണ്. അപ്പോൾ സഞ്ചാരത്തിൽ ആരംഭിച്ച് സൗഖ്യത്തിൽ അവസാനിക്കുന്ന ഈ അധ്യായം സത്യത്തിൽ അതിശ്രേഷ്ഠമായൊരു സമാഗമത്തെ മനോഹരമായിട്ട് വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് വരച്ചിടുന്നുണ്ട്. ആ സമാഗമവുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷ്യ ശബ്ദമാണ് സത്യത്തിൽ നമ്മൾ കേട്ടത്. ഇപ്പോൾ സഹോദരങ്ങളെ, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് എനിക്കറിയാം. കാരണം ഒരു സ്ത്രീയെ പറ്റി ഇവിടെ പരാമർശിക്കുന്നു. അതാരായിരിക്കാം? മറ്റാരുമല്ല, കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന ശമരിയക്കാരിയായ സ്ത്രീ. കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്കൊന്നും വന്നതല്ല ഈ ശമരിയ സ്ത്രീ എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, 4-ാം അധ്യായം ഒരു സഞ്ചാരത്തിൽ ആരംഭിക്കുക. ഗലീലയിലേക്ക് തിരിച്ചു വരാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഗലീലയിലേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ കർത്താവ് അപ്പോൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് 2 സാധ്യതകളുണ്ട്, 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, യോർദാൻ അക്കരെയുള്ള അല്ലെങ്കിൽ യോർദാൻ്റെ വടക്ക് ഭാഗത്തുകൂടെയുള്ള ഒരു ദിശ. സത്യത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കണം അതിലെ ഗലീലയിലെത്താനായിട്ട്. പക്ഷേ വേദപണ്ഡിതർ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്, യഹൂദന്മാരൊക്കെ ഈ വഴിയാണ്, ഈ ചുറ്റി വളഞ്ഞ വഴിയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. കാരണം എന്താണെന്നറിയോ? അവർക്ക് ഷോർട്ട് കട്ട് ഇഷ്ടമില്ലായിരുന്നു. ഈ ഷോർട്ട് കട്ട് ഏതാണ്? അത് ശമരിയ പട്ടണത്തിൽ കൂടെയുള്ള വഴിയായിരുന്നു. അപ്പോൾ യഹൂദന്മാർക്ക് ശമര്യരോട് വളരെ കടുത്ത വിദ്വേഷമാണ്. പരസ്പരം ഇവർ 2 കൂട്ടരും അംഗീകരിക്കില്ല. യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ വളരെ താണവരാണ് ശമര്യർ. അങ്ങനെയൊക്കെയുള്ള പുച്ഛഭാവത്തോടും അവഗണനയോടും കൂടെ മാത്രം നോക്കുകയും
കഴിവതും സമ്പർക്കം ഒഴിവാക്കുവാൻ സർവാത്മന പ്രവർത്തിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു ശീലം യഹൂദ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു ശമര്യരെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ അവർ തൊട്ട് അടുത്തല്ലെങ്കിൽ തങ്ങൾക്ക് ഒരുപാട് സഞ്ചാര ലാഭം നൽകുന്ന ചെറിയ ആ വഴി, ശമരിയിൽ കൂടെയുള്ള ഗലീലയിലേക്കുള്ള വഴി സ്വീകരിക്കുക സാധാരണമല്ല. മറിച്ച് വളരെ ചുറ്റി സഞ്ചരിച്ചാണ് ഗലീലയിലെത്തുക. ഇവിടെ കർത്താവ് ശമരിയ പട്ടണത്തിൽ കൂടെ തന്നെ ഗലീലയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർത്താവിൻ്റെ ആ നിലപാടൊക്കെ അല്ലേ നമ്മൾ പലപ്പോഴും നമുക്കും ഉണ്ടാവാറുണ്ട്. ചില സ്ഥാനങ്ങളെ ഒന്ന് ഉപേക്ഷിക്കാൻ, ചില വ്യക്തികളുമായിട്ട് കണ്ണുകൾ കൂട്ടിമുട്ടാതിരിക്കാൻ കഴിവതും നമ്മൾ പരിശ്രമിക്കും. അപ്പോൾ അവോയ്ഡ് ചെയ്യാനായിട്ട്, അവരെ മറികടന്ന് പോകാനായിട്ട്, കഴിവതും ഒഴിവാക്കാനാണ് നമുക്കും ഇഷ്ടം. ആ ഒരിഷ്ടം യഹൂദന്മാർ ശമരിയോട് പുലർത്തിയിരുന്ന ഏതാണ്ട് അതിന് വളരെ സമാനമായുള്ള ചില സന്ദർഭങ്ങളോ സാഹചര്യങ്ങളോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഞാൻ എന്നോടൊന്ന് ചോദിക്കുന്നത് നല്ലതാട്ടോ. പക്ഷെ കർത്താവ് ഇവിടെ കാണിച്ചു തരുന്നത് അവിടുന്ന് വളരെ ബോധപൂർവം തന്നെ ശമരിയ കൂടെയുള്ള ഒരു സഞ്ചാരവീഥി തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് മാനസികമായ അകലമുള്ളവർ, ഒരുപക്ഷെ എന്തോ ചില അനിഷ്ടങ്ങൾ നമ്മൾ ഉള്ളിൽ നാം പോലും അറിയാതെ കയറിക്കൂടിയിരിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവരെ ഒഴിവാക്കാനായിട്ട് ബോധപൂർവമുള്ള പരിശ്രമം നമുക്കും ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? കാരണം നമുക്ക് കൂട്ടായിട്ട് കർത്താവുണ്ട്. കർത്താവ് യേശു മിശിഹ ബോധപൂർവം ശമരിയ കൂടെയുള്ള ഒരു സഞ്ചാര വഴി ഗലീലയിലേക്ക് തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് കുറേ നടന്ന് ക്ഷീണിച്ചപ്പോഴാണ് യാക്കോബിൻ്റെ കിണർ കാണുകയും ആ കിണറിൻ്റെ അരികിൽ അവിടെ നിന്നിരിക്കുകയും. ശ്ലീഹന്മാരപ്പോൾ എന്താ ചെയ്തേ? നടന്നൊക്കെ ക്ഷീണിച്ചതല്ലേ, പോയിട്ട് ആഹാരം കുറച്ച് സമ്പാദിച്ച് തിരിച്ചു വരാം എന്നുള്ള രീതിയിൽ പോയി. ആ സമയത്താണ് നമ്മൾ മുൻപേ കേട്ട ഭാഗത്ത് സൂചിപ്പിക്കുന്ന സ്ത്രീ, ആര്? ശമരിയക്കാരി സ്ത്രീ വരുന്നത്. അപ്പോൾ അവിടെ കർത്താവ് അവളോട് സംവദിക്കുന്ന ആ സന്ദർഭമൊക്കെ അതീവ രസകരമാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ശമരിയക്കാരി സ്ത്രീ അവൾ താമസിച്ചയിടത്ത് തന്നെ അധികമാരുമായും സമ്പർക്കം പുലർത്താത്ത ഒരു വ്യക്തിയായിരുന്നു. കഴിവതും ആ ഗ്രാമവാസികളൊക്കെ ഈ ഉച്ച സമയത്തൊന്നും ഒരിക്കലും വെള്ളം കോരാനായിട്ട് ഈ കിണറിൻ്റെ അടുക്കലേക്കൊന്നും വരാറില്ല. അതുകൊണ്ട് മറ്റാരും ഇല്ലാത്ത സമയം നോക്കി കിണറിൻ്റെ അരികിലേക്കൊക്കെ വരുന്ന അവളുടെ ആ ഒരു പ്രവണത നമ്മളൊന്ന് നിരീക്ഷിക്കുമ്പോൾ തീർച്ചയായും വളരെ ബോധപൂർവം സമ്പർക്കങ്ങളെ ഒഴിവാക്കുന്ന, സ്വന്തം സമൂഹത്തോട് ഇടപെടാതെ നിൽക്കുന്ന, എവിടെയോ ഒരു അകലം സാമൂഹ്യ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന ഒരു സ്ത്രീ തന്നെയായിരുന്നു. കാര്യം അവൾക്ക് ഒരു പക്ഷേ ചുറ്റുപാടുകളൊന്നും ഒട്ടും ഇഷ്ടമില്ലാതിരിക്കാം. കൂടുതലായിട്ട് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ സ്ത്രീ സമൂഹത്തിൻ്റെ പല നിയമങ്ങളും പാലിക്കാതെയുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു എന്ന്, അല്ലേ? കർത്താവോടെ ഇടപെട്ട് തുടങ്ങുമ്പോൾ വളരെ എന്താ പറയുക, ജീവിതത്തിലെ സാധാരണമായൊരു ആവശ്യവുമൊക്കെ ആയിട്ട് ഇത്തിരി കുടിക്കാനുള്ള വെള്ളം, അതാണ് കുടിവെള്ളം ഇന്ന് വലിയ വിഷയമാണല്ലോ, വലിയ വിഷയമാണ്. എന്തൊരു ചൂടാണ്. അപ്പോൾ ഈ കുടിവെള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ വരുന്ന സ്ത്രീയോട് കുടിവെള്ളം ചോദിച്ചുകൊണ്ട് കർത്താവ് ഇടപെടുന്നതായിട്ട് തിരുവചനം വെളിപ്പെടുത്തുമ്പോൾ തന്നെ കർത്താവ് അവളോട് ചില കാര്യങ്ങൾ ചോദിക്കുകയും ചില കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അവളുടെയും ചിന്ത യഹൂദന്മാർ പ്രതീക്ഷിച്ചിരിക്കുന്ന മശീഹായിലോളം ചെന്ന് എത്തുന്ന വിധത്തിലാണ് ആ ഒരു കോൺവെർസേഷൻ, അവർ തമ്മിലുള്ള സംഭാഷണം പുരോഗമിക്കുന്നത്. ഇടയ്ക്കൊക്കെ അവളും സൂചിപ്പിക്കുന്നുണ്ട്, എൻ്റെ പൊന്നെ, എനിക്ക് ഇവിടെ ഇങ്ങനെ ഇത്രയും ദൂരം വന്ന് വെള്ളം
കോരാതിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഒഴിവാക്കി കിട്ടിയാൽ എന്ത് നല്ലതായിരുന്നു. അതുകൊണ്ട് നീ ഉദ്ദേശിച്ച ആ ജലം എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഇടപെടലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ എത്തി ജീവജലത്തിൻ്റെ ഉറവയായ, ജീവനദിയുടെ ഉറവയായ, യഹൂദന്മാർ കാത്തിരിക്കുന്ന ക്രിസ്തു മശീഹ അങ്ങനെയുള്ള ചിന്തയോളം എത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് കർത്താവ് നിൻ്റെ ഭർത്താവ് എവിടെ എന്ന് ചോദിക്കുന്നത്. അവൾ പറയണു, എനിക്ക് ഭർത്താവില്ല. പക്ഷേ കർത്താവ് വ്യക്തമാക്കുകയാണ്, 5 ഭർത്താക്കന്മാർ നിനക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല. അപ്പോൾ അങ്ങനെ തൻ്റെ സ്വകാര്യതയിലേക്ക് കർത്താവിൻ്റെ ആ ഒരു നോട്ടം, ഒരുപാട് കരുണയും സ്നേഹവും അവൾ ഉള്ളിൽ അനുഭവിച്ചറിയുകയാണ്. ചുറ്റുപാടുള്ള തൻ്റെ സമൂഹം ഒരിക്കലും കരുണയോടോ സ്നേഹത്തോടോ കരുതലോടോ തന്നെ നോക്കിയിട്ടില്ല എന്നുള്ള ഒരു പ്രത്യേകമായ എന്താ പറയുക, അസംതൃപ്തി ഉള്ളിലുണ്ടായിരുന്നിരിക്കണം ഈ സ്ത്രീക്ക്. പക്ഷേ വളരെ കരുതലോടെ, കരുണയോടെ, സ്നേഹത്തോടെ, എന്നാൽ ഒന്നും മറച്ചു വയ്ക്കാതെ തന്നോട് തുറന്നിടപെടുന്ന കർത്താവാണ്, യേശുവാണ് ഈ പറയുന്ന സ്ത്രീയിലൊരു വ്യത്യാസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് ഈ സ്ത്രീയുടെ ആ ഇടപെടൽ നല്ലൊരു വിറ്റ്നസിൻ്റെ, അല്ലേ, നിങ്ങൾ ലോകമൊക്കെയിലും പോയി എൻ്റെ സാക്ഷികളാകുവിൻ, ഗോ ഇൻടു ഓൾ ദ വേൾഡ് ആൻഡ് പ്രീച്ച് ദ ഗോസ്പെൽ ടു എവറി ക്രീച്ചർ എന്ന തിരുവചനം നമുക്ക് കർത്താവ് അന്ത്യമായിട്ട് നമുക്ക് നൽകുന്ന ആഹ്വാനം അതാണ്. ലോകത്തിൻ്റെ അതിരുകളോളം ചെന്ന് എൻ്റെ സുവിശേഷം എല്ലാ സൃഷ്ടികളോടും ഘോഷിപ്പിൻ. സത്യത്തിൽ സുവിശേഷം ഘോഷിക്കുന്നവർ സാക്ഷിത്വത്തിൻ്റെ ഏറ്റവും സമ്മോഹനമായ അധ്യായങ്ങളാണ് തുറന്നിടുന്നത്. അപ്പോൾ അങ്ങനെ യേശുവിൻ്റെ കരങ്ങളിലെ നല്ല സാക്ഷികളായി തീരണമെങ്കിൽ ഇവിടെ ഈ സ്ത്രീക്ക് ഉണ്ടായ ചില മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവളുടെ ജീവിതത്തിൻ്റെ വളരെ സാധാരണമായ ഒരു തലത്തിൽ മാത്രം, ഒരു പക്ഷേ ബയോളജിക്കൽ എന്ന് വേണമെങ്കിൽ മാത്രം വിളിക്കാവുന്ന, അല്ലേ, ജീവശാസ്ത്രപരമായ അവൾക്ക് വിശപ്പ്, ദാഹം, അതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. മറ്റുള്ള കാര്യങ്ങളെപ്പറ്റിയൊന്നും, ആത്മാവിനെ പറ്റിയോ അങ്ങനെയുള്ള ഉയർന്ന തലങ്ങളെപ്പറ്റി അവൾ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വെള്ളം എടുക്കണം, അതിനു വേണ്ടി വന്നു. പക്ഷെ ആ വളരെ സാധാരണമായ ജീവിത സാഹചര്യത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ ഉറവയെപ്പറ്റി ഒക്കെയുള്ള തലത്തിലേക്ക് അവളുടെ ചിന്തയെ വിളിച്ച് ഉണർത്തുകയും ഉയർത്തുകയുമാണ് കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ. അപ്പോൾ ആ ഒരു അനുഭവം ഉണ്ടായ ആ സ്ത്രീക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവളുടെ പ്രയോറിറ്റികളൊക്കെ മാറുന്നില്ലേ. എന്നും വലിയൊരു കാര്യമായിരുന്നു അവൾക്ക് വെള്ളം കൊണ്ടുവരിക എന്ന് പറയുന്നത്. എങ്ങനെയും വെള്ളം കൊണ്ടുവരണം. പക്ഷേ കർത്താവുമായിട്ട് കണ്ടുമുട്ടി കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? അവളുടെ കുടം അവിടെ ഉപേക്ഷിച്ച് പോവുകയാണ്. അഥവാ കുടത്തെ പറ്റിയിട്ടുള്ള വളരെ പ്രീഓക്യുപ്പൈഡായ അവളുടെ മാനസിക ഭാവമൊക്കെ മാറുകയാണ്. കുടം അവിടെ ഇരിക്കണം, ഓടിപ്പോയി തൻ്റെ ചുറ്റുവട്ടത്തുള്ളവരോട് ഇടപെടുകയാണ്. ചുറ്റുവട്ടത്തുള്ളവരോട് കാര്യമായിട്ട് അവൾ ഇടപെട്ടിട്ടില്ലായിരിക്കും. അവരും അവളെ പലപ്പോഴും അവഗണിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് അവരും അവളെ കേട്ടു. കാരണം അവളുടെ ആ ഒരു മാറ്റം, അവരുടെ കണ്ണുകൾ അവളുടെ കണ്ണിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു തിളക്കം ശ്രദ്ധിക്കുകയാണ്. അത്രയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, പുതിയൊരു സന്തോഷത്തിൻ്റെ നിറവ് അവൾക്ക് നൽകി എന്നുള്ളതാണ്. അത് കവിഞ്ഞൊഴുകുകയാണ്. സഹോദരങ്ങളെ, ഒരു ദൈവാനുഭവം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് വളരെ സ്വാഭാവികമായിട്ട് നമ്മളിൽ നിറഞ്ഞ് നമ്മളിൽ നിന്നത് കവിഞ്ഞൊഴുകും. അതിൻ്റെ പേരാണ് സുവിശേഷീകരണം. അതിൻ്റെ പേരാണ് സാക്ഷിത്വം എന്നൊക്കെ പറയണത്. അപ്പോൾ ഈ സാക്ഷിത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരടര് നമുക്കിവിടെ ലഭിക്കുകയല്ലേ ചെയ്യുന്നത്. അവൾ വന്നേക്കുന്ന ഒരു വ്യത്യാസം അവരൊക്കെ ശ്രദ്ധിച്ചു. പക്ഷേ അവൾ പറയുന്ന വാക്കുകൾക്കും പ്രത്യേകതയുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും
ഞാൻ കർത്താവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്നവൾ തെളിച്ചും തുറന്നും പറയുന്നില്ല. തൻ്റെ അനുഭവം പറഞ്ഞിട്ട് അവൾ സൂചിപ്പിക്കുന്നത് ഇത് ഒരുപക്ഷെ മശിഹ ആയിരിക്കുമോ എന്നുള്ള ഒരു സന്ദേഹം പോലെയാണ്. അപ്പോൾ കേൾക്കുന്നവരുടെ മനസ്സിലേക്ക് തന്നേക്കാൾ അധികമായ ഒരു കൗതുകം വിടരുമാറ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുകയാണ്. സത്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യ അനുഭവം പകരുന്നതിൽ നാം ഇന്ന് എവിടെ നിൽക്കുന്നു? അത് പകരാൻ സാധിക്കണമെങ്കിൽ ആഴത്തിലത് അനുഭവിക്കാൻ സാധിക്കണം, അല്ലേ? അവിടാണ് ദൈവാനുഭവം പകരാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ശമരിയ സ്ത്രീ എന്ന് പറയുന്നത് ഒന്ന് നോക്കിയാൽ എന്തെല്ലാം പരിമിതികളിലാണ്. അവളൊരു സ്ത്രീയാണ്, അവൾ ശമരിയ സ്ത്രീയാണ്, അവളെ സംബന്ധിച്ച് വലിയ പഠിപ്പില്ല, അവൾ മാത്രമല്ല ഒട്ടും സാക്ഷ്യമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമ കൂടിയാണ് കേട്ടോ. ആ സമൂഹം ശ്രദ്ധിക്കുമ്പോൾ ഒട്ടും സാക്ഷ്യമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ ഉടമ കൂടിയാണ്. പക്ഷേ അവൾ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ അവൾ ഉള്ളാലെ മാറുകയാണ്. ആ മാറ്റം അവളുടെ കണ്ണിലും അവളുടെ ചലനങ്ങളിലും അവളുടെ വാക്കുകളിലുമൊക്കെ അതിലെയൊക്കെ ഇങ്ങനെ കവിഞ്ഞ് ഒഴുകുകയാണ് ആ നിറവ്. അത് സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ അനന്തമായ കൃപയാൽ ശമരിയ നിവാസികൾക്കൊക്കെ മനസ്സ് തുറക്കപ്പെടുകയാണ്. ആ ഗ്രാമം അവർ മുഴുവൻ യേശു ക്രിസ്തുവിനെ അന്വേഷിച്ച് വരികയാണ്. സഹോദരങ്ങളെ, നമുക്കും നമ്മുടെ ഇടങ്ങളിൽ, ഞാനിപ്പോഴും ഓർക്കുന്നു കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ ഞാൻ കോട്ടയത്തേക്ക് ഒരു ധ്യാനയോഗത്തിന് വേണ്ടി പോകുന്നത്. എൻ്റെ വാഹനം ഞാൻ തലയോലപ്പറമ്പ് സ്റ്റോപ്പിൽ വെച്ചിട്ട് KSRTC ബസ്സിൽ കയറി കോട്ടയത്തേക്ക് പോവുകയാണ്. എൻ്റെ സഹയാത്രികനായിട്ട് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയ ഒരു സുഹൃത്ത്, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ലഭിച്ച യുവാവ്. ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ച് നീങ്ങുമ്പോഴാണ് എൻ്റെ കണ്ണ് എവിടെയോ ഉടക്കുന്നത് ഈ യുവാവ് ശ്രദ്ധിച്ചിട്ട് എന്നോട് ചോദിച്ചു, അച്ഛൻ ആരെയും നോക്കുന്നത്? അപ്പോൾ ഞാൻ പുള്ളിക്കാരനെ ഇങ്ങനെ വിരൽ ചൂണ്ടി, ഈ കണ്ടക്ടറുടെ കാര്യമാണോ എന്ന് ചോദിച്ചു. അതെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരനും ശ്രദ്ധിച്ചു. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നോട് ഈ എൻ്റെ സഹയാത്രികനായ യുവാവ് പറഞ്ഞു, ആൾ വളരെ സൗമ്യനാണല്ലേ? അതാണ് മോനെ ഞാനും ശ്രദ്ധിച്ചത്. അങ്ങനെ ആരംഭിച്ച ആ നിരീക്ഷണമൊക്കെ ഇദ്ദേഹം ഒരു വട്ടം ടിക്കറ്റൊക്കെ കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഈ കണ്ടക്ടറോട് ചോദിച്ചു, മാഷ് എപ്പോഴും ഇങ്ങനെയാണോ? എപ്പോഴും ഇങ്ങനെ എന്തേ എന്നുള്ള ഭാവത്തിൽ അദ്ദേഹം എന്നെ നോക്കി. ഞാൻ പറഞ്ഞല്ല, ഇത്രയും സൗമ്യനായിട്ടാണോ പീക്ക് ടൈമിലൊക്കെ ഒരുപാട് തിരക്കുള്ള സമയത്തും ഇങ്ങനെയാണോ? പിന്നെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, എനിക്കങ്ങനെ അല്ലാതാവാൻ പറ്റില്ലല്ലോ ഫാദർ. എന്തേ എന്നുള്ള ഭാവത്തിൽ ഞാൻ ചോദിക്കുമ്പോൾ, ഞാൻ നോക്കുമ്പോൾ ആ മനുഷ്യനോട് പറയുക, ഞാൻ എൻ്റെ യേശു ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞത് മുതൽ എൻ്റെ മനസ്സിൻ്റെ സന്തോഷവും സംതൃപ്തിയും എൻ്റെ മുഖത്തും നന്നായിട്ട് തന്നെ നിഴലിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ അല്ലാതെ ആവാൻ പറ്റുന്നില്ല. സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഉടനെ ഞാൻ ചോദിച്ചു, മാഷേ പേര് ഞാൻ ചോദിച്ചില്ല കേട്ടോ. അദ്ദേഹം പേര് പറഞ്ഞു. പേര് കേട്ടപ്പോൾ വീണ്ടും എൻ്റെ പുരികം ഒന്നുകൂടെ ഉയർന്നിട്ടുണ്ടാവും. ഉടനെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഫാദർ ചിന്തിക്കുന്നത് ശരിയാണ്, പക്ഷെ ഞാൻ ആഴത്തിൽ അനുഭവിച്ചറിയുന്നു എൻ്റെ യേശു ക്രിസ്തുവിനെ. കാത്തിരിപ്പിൻ്റെ കാലത്തുള്ള ധ്യാനത്തിന് വേണ്ടി പോകുന്ന എനിക്ക് ഇതിൽ കൂടുതൽ എന്താണ് എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകർന്നു തരിക? ഞാൻ ആ അനുഭവമാണ് അന്ന് അവിടെ കൂടി വന്ന സദസ്സുമായിട്ട് പങ്കുവച്ചത്. സഹോദരങ്ങളെ, സാക്ഷിക്കുവാൻ സാധിക്കുക, ദൈവാനുഭവങ്ങളെ പകർന്നു കൊടുക്കുവാൻ സാധിക്കുക. നമ്മളിന്ന് ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ബോധപൂർവമല്ലായിരിക്കാം വിസ്മരിച്ചു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വന്തം ജീവിതത്തിലെ ദൈവാനുഭവങ്ങളെ പകർന്നു കൊടുക്കാനായിട്ട്. കുടുംബത്തിൽ തുടങ്ങണ്ടേ അത്? നമ്മുടെ കൂടെയുള്ളവരോട്,
നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒക്കെ ഒന്ന് ദൈവാനുഭവം പകർന്നു കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു പോയാൽ, നിങ്ങളെൻ്റെ സാക്ഷികളാകുവിനെന്ന കർത്താവിൻ്റെ ആ അന്തിമമായ കൽപ്പന പാലിക്കുന്നതിൽ ഞാൻ വല്ലാതെ ഇടറിപ്പോകുന്നു എന്ന് ഞാൻ തിരിച്ചറിയണം. മറിച്ച് എപ്പോഴും നാം നമ്മുടെ വ്യക്തിപരമായ, സ്വകാര്യമായ, സ്വാർത്ഥമായ ആ ഇടപെടലുകൾ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങളിൽ ഉടക്കിക്കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് നാം ഒന്ന് കരകയറണം. ഇത് അനുഗ്രഹത്തിൻ്റെ കാലമാകട്ടെ. തീർച്ചയായും ദൈവാനുഭവം കൊണ്ട് നിറയപ്പെട്ട് അത് കവിഞ്ഞൊഴുകുന്നതിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടാനായിട്ട് ദൈവത്തിൻ്റെ കൃപ ഇടയാക്കി തീർക്കണം. നമുക്കും നമ്മുടെ ഉള്ളം തുറന്ന് ദൈവത്തെ സ്വീകരിക്കാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് തിരുസന്നിധിയിൽ മിഴികളെ ഒന്ന് അടയ്ക്കാം, നമ്മുടെ കരങ്ങളെ ഒന്ന് കൂപ്പാം. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ പാലിക്കും ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നടത്തുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കൂടെ ഇരുന്ന് വഴി നടത്തുന്ന തമ്പുരാനെ, അവിടുത്തെ കൃപയുടെ സാന്നിധ്യത്തെ ഉള്ളാലെ ആഴത്തിൽ അനുഭവിച്ച് അതിനെ പകർന്നു നൽകുവാൻ തൃക്കരങ്ങളിലെ മെരുങ്ങിയ കരുക്കളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കണമേ. ആമേൻ.